ഹലോ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ 10 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകളുമായിട്ട് വരുന്നുണ്ട്. വളരെ താമസിയാതെ തന്നെ ഈ രണ്ട് ഡിനോമിനേഷനിലുള്ള നോട്ടുകൾ പ്രിന്റ് ചെയ്ത് സർക്കുലേഷനിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അത് പുതിയ RBI ഗവർണറുടെ സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്ന RBI ഗവർണറുടെ സിഗ്നേച്ചറോട് കൂടിയായിരിക്കും പുതിയ നോട്ടുകൾ വാങ്ങുന്നത്. എക്സിസ്റ്റിംഗ് നോട്ടായിട്ടുള്ള ഇപ്പം നമുക്ക് ഉള്ള 10 രൂപയുടെയും 500 രൂപയുടെയും ബാങ്ക് നോട്ടുകൾ നിലവിൽ ലീഗൽ ടെൻഡറായിട്ട് തന്നെ തുടരും. അത് പിൻവലിക്കത്തൊന്നുമില്ല, അത് അതുപോലെ തന്നെ തുടരും. അതിൻ്റെ കൂടെ തന്നെയാണ് പുതിയ 10 രൂപയുടെയും 500 രൂപയുടെയും ഡിനോമിനേഷൻ. മഹാത്മാഗാന്ധിയുടെ സീരീസ് തന്നെ ആയിരിക്കും. പിന്നെ പുതിയ ഗവർണറിന്റെ സിഗ്നേച്ചറോട് കൂടിയുള്ള നോട്ടുകളായിരിക്കും. അപ്പം അതിനകത്തിൽ പ്രത്യേകിച്ച് വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അത് RBIയുടെ സർക്കുലറിനകത്തിലുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ ഷോർട്ട്ലി ഇഷ്യൂ, വളരെ താമസിയാതെ തന്നെ 10 രൂപയുടെയും 500 രൂപയുടെയും ഡിനോമിനേഷൻ മഹാത്മാഗാന്ധി സീരീസിലുള്ള പുതിയ ഗവർണർ ശ്രീ സഞ്ജയ് മൽഹോത്രയുടെ സിഗ്നേച്ചറോട് കൂടി. അപ്പോൾ എല്ലാ ബാങ്ക് നോട്ട്സും ഇപ്പോൾ നിലവിലുള്ള 10 രൂപയുടെയും 500 രൂപയുടെയും എല്ലാ ബാങ്ക് നോട്ട്സും അതുപോലെ തന്നെ നിലനിൽക്കും. അത് ലീഗൽ ടെൻഡറായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതിനകത്തിൽ വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇത് RBIയുടെ പ്രസ് റിലീസ് ഏകദേശം എന്നാണിത് ഡേറ്റ്, ഏപ്രിൽ 4 ഇറങ്ങിയ പ്രസ് റിലീസാണ്. ചീഫ് ജനറൽ മാനേജർ RBIയുടെ പുനീത് പഞ്ചോളി ആണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ക്രെഡിബിൾ ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. നമുക്കതിനകത്തിൽ പ്രത്യേകിച്ച് അവിശ്വസനീയമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ വേറെ അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രത്യേകിച്ച് ലാസ്റ്റ് മന്തിൽ കഴിഞ്ഞ മാസം RBI 200-ന്റെയും 100-ന്റെയും നോട്ടുകൾ ഇഷ്യൂ പോകുന്നെന്ന് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും ഇറങ്ങിയിട്ട് നമുക്കറിയില്ല. അപ്പോൾ ശക്തികാന്ത് ദാസിനെ റീപ്ലേസ് ചെയ്താണല്ലോ പുതിയ RBI ഗവർണർ വന്ന്. അപ്പോൾ RBI ഗവർണർ വന്നതിന് ശേഷമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണിത്. അപ്പോൾ നോട്ടിൻ്റെ പിന്നെ ഡിസൈനും കളറും ഒന്നും നമുക്കറിയാൻ സാധിക്കത്തില്ല, കാരണം അതൊക്കെ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ, അതെല്ലാം സർക്കുലേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. ഇതെങ്ങനെ ഇരിക്കും, ഏത് നിറമായിരിക്കും, അതിന് ഈ പഴയ 500 രൂപയുടെ നോട്ടിൻ്റെ അതേ തന്നെ ഡിസൈനും കളറും ഒക്കെ തന്നെ ആയിരിക്കുമോ, 10 രൂപയും അതുപോലെ. 10 രൂപ അതിൽ അങ്ങനെ ആകാൻ സാധ്യതയില്ലായിരിക്കും ചിലപ്പോൾ. ഇപ്പം നിലവിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 10 രൂപയുടെ നോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പഴക്കം ചെന്ന, നേരത്തെ ഒത്തിരി പണ്ടേ പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത നോട്ടുകളാണെന്ന് തോന്നുന്നു. അതിനുശേഷം 20 രൂപയുടെ ഒക്കെ പുതിയ നോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. 500 രൂപയെ നമുക്കറിയാം, നോട്ട് ബാനിന് ശേഷം ഈ കറൻസി എന്താണ് നമുക്ക് തന്നത്, നോട്ട് നിരോധനത്തിന് ശേഷം വന്നിട്ടുള്ള 500-ന്റെ നോട്ടാണ് ഇപ്പോൾ സർക്കുലേഷനുള്ളത്. അപ്പോൾ അതുകൂടാതെ തന്നെയാണ് ഇപ്പോൾ പുതിയ 500-ന്റെ നോട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി RBI തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ അതിനകത്തിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നോട്ട്സിലും കോയിൻസിലും ഒക്കെ തന്നെ ഒരുപക്ഷെ നിലവിലുള്ള കറൻസികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കറൻസികൾ സർക്കുലേറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ നിലവിലുള്ള കറൻസികളെ ഡിനോമിനേറ്റ് ചെയ്ത് പിൻവലിച്ചുകൊണ്ട് പുതിയ കറൻസികൾ, അത് ഗവൺമെന്റിന്റെ RBIയുടെ ഒക്കെ പോളിസി. അത് നമുക്കറിയത്തില്ല അവരെന്തുകൊണ്ടാണ് അതങ്ങനെ പിന്നെ ഓരോ ഡിനോമിനേഷനിലുള്ള കറൻസി പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തെന്നുള്ളത് നമുക്കറിയത്തില്ല കൃത്യമായിട്ട്. അത് RBIയുടെ പോളിസിയാണ്, ഗവൺമെന്റിന്റെ പോളിസിയാണ്. അപ്പോൾ 500-ആണ് ഇപ്പം നമ്മളുടെ നിലവിലുള്ള ഏറ്റവും ഏഹ്, വലിയ ഡിനോമിനേഷൻ അല്ലേ. 500-ന് മേലുള്ള ഡിനോമിനേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നേരത്തെ 1000-ഉം 2000-ഉം ഒക്കെ ഉണ്ടായിരുന്നു. ആ നോട്ട് ബാൻ വന്നപ്പോൾ 2000-ന്റെയും അന്ന് നിലവിലുണ്ടായിരുന്ന 1000-ന്റെ ഒക്കെ നോട്ട് ക്യാൻസൽ ചെയ്ത് മോണിറ്റൈസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുതിയ 500-ന്റെ കറൻസി ഇറക്കിയത്.
അപ്പോൾ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് വളരെ RBIക്കാണല്ലോ ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. ഈ കറൻസി പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് RBIയുടെ അതോറിറ്റിയിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. RBI ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഗവൺമെൻറ് ഭരിക്കുന്ന ആര് തന്നെ ആയിരുന്നാലും ശരി, RBIയുടെ, കാരണം അത് എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണി സപ്ലൈ, മണി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലിയാണ്. ഇത് കറൻസി പ്രിന്റ് ചെയ്യുകയും സർക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മണി കൺട്രോള്, രാജ്യത്ത് നിലവിലുള്ള രാജ്യത്ത് നിലനിൽക്കുന്ന ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ലിക്വിഡിറ്റിയെ കൺട്രോൾ ചെയ്യുക, ലിക്വിഡിറ്റിയെ സ്വാധീനിക്കുക എന്നൊക്കെ ഉള്ളതാണ് RBIയുടെ അല്ല, സെൻട്രൽ ബാങ്കിൻ്റെ. കാരണം ഓരോ രാജ്യത്തും ഓരോ പേരാണല്ലോ സെൻട്രൽ ബാങ്കിന്. ഇപ്പോൾ ഇന്ത്യയിൽ RBI ആണെങ്കിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അമേരിക്കയിൽ ഫെഡറൽ റിസർവ് സിസ്റ്റമാണ്. പിന്നെ ഇംഗ്ലണ്ടിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടാണ്. ജപ്പാനിൽ ബാങ്ക് ഓഫ് ജപ്പാൻ. പാകിസ്ഥാനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ആണെന്ന് തോന്നുന്നു അവരുടെ സെൻട്രൽ ബാങ്ക്. അങ്ങനെ ഓരോ രാജ്യത്തും, പിന്നെ ചൈനയിൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയാണെന്ന് തോന്നുന്നു. ഓരോ രാജ്യത്തും സെൻട്രൽ ബാങ്ക് ഉണ്ട്. ആ സെൻട്രൽ ബാങ്കിൻ്റെ പേര് ആ രാജ്യത്ത് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നു. അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയായിരുന്നു നമ്മുടെ പിന്നെ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് പിന്നെ ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതുപോലൊരു രാജ്യമല്ലായിരുന്നല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ളായിരുന്നു. ഇതുപോലൊരു യൂണിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് അല്ലായിരുന്നു. പക്ഷേ എന്നാലും അന്ന് സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നു. റിസർവ് ബാങ്കിന് മുമ്പ് പിന്നെ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു തോന്നുന്നു, അതിൻ്റെ പേരെന്ന് തോന്നുന്നു, അന്നത്തെ സെൻട്രൽ ബാങ്കിൻ്റെ. അതിനുശേഷമാണ് RBI വന്നത്. RBI ഈവൻ ബ്രിട്ടൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്നെയാണ് RBI നിലവിൽ വന്നത്. അല്ല, നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല RBI നിലവിൽ വന്നത്. RBI അതിനു മുമ്പ് തന്നെ നിലവിൽ വന്നതാണ്. ബ്രിട്ടൻ ഉള്ള സമയത്ത് തന്നെ അവരെ ഉണ്ടാക്കിയതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ ഒരു പേരും ക്യാരി ചെയ്തുകൊണ്ട് ആ സെൻട്രൽ ബാങ്ക് തന്നെ നിലനിർത്തി. പിന്നെ കാലാകാലങ്ങളിൽ അതിലൊക്കെ പല മാറ്റങ്ങളും ഉണ്ടാകുകയും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനനുസരിച്ച് അതിനകത്തിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയും, അത് അതിൻ്റെ ആയിട്ടുള്ള പിന്നെ പോളിസീസ് എല്ലാം എല്ലാ സെൻട്രൽ ബാങ്കുകളുടെയും പിന്നെ റെസ്പോൺസിബിലിറ്റീസും ഒബ്ജക്റ്റീവ്സും എല്ലാം മോറോളസ് ഒന്ന് തന്നെയാണ്. കാരണം എല്ലാ രാജ്യത്തെയും മണിയെ കൺട്രോൾ ചെയ്യുക, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, ലിക്വിഡിറ്റിയെ കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷനെ പിന്നെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് എല്ലാ രാജ്യത്തെയും സെൻട്രൽ ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും RBIയുടെ റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ്. അപ്പം നോട്ട് പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് RBIയുടെ അതോറിറ്റി വരുന്നതാണ്. അപ്പം ആ ഒരു അതോറിറ്റി അനുസരിച്ച് അവരെ പുതിയ 10-ൻ്റെയും 500-ൻ്റെയും ഡിനോമിനേഷൻ വളരെ താമസിയാതെ തന്നെ നമ്മുടെ എക്കോണമിയിൽ ലഭ്യമാകത്തക്ക രീതിയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എപ്പോൾ എന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ കാരണം ഒത്തിരി സീക്രസി ഒക്കെ വേണ്ട കാര്യങ്ങളാണല്ലോ ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ എല്ലാം കറൻസിയുടെ പ്രിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കാണണം ചിലപ്പോൾ. ഇപ്പം ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി അത് ഇനി എന്തുകൊണ്ടാണിത്, കാരണം ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ RBI എങ്ങനെയാണ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് അവർ RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡയറക്റ്റായിട്ടല്ലല്ലോ ഇത് തീർച്ചയായിട്ടും സർക്കുലേറ്റ് ചെയ്യുന്നതല്ല. അത് ഗവൺമെൻറ് മെക്കാനിസത്തിൽ കൂടെ അല്ലെങ്കിൽ ബാങ്കിങ് മെക്കാനിസത്തിൽ കൂടെ ആയിരിക്കും അവർ കറൻസി സർക്കുലേഷൻ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലുകളിൽ കൂടിയാണ് അത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കൈകളിൽ എത്തിച്ചേരുന്നത്. അപ്പം നമുക്ക് പുതിയ ഒരു നോട്ട് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴായിരിക്കും നമുക്ക് ബാങ്കിൽ പോകുമ്പോഴോ അത് ഓൾറെഡി സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു നോട്ടായിരിക്കും. അപ്പോൾ അത് സർക്കുലേറ്റ് കൈമാറി ആയിരിക്കും നമ്മുടെ കയ്യിൽ വരുമ്പോഴായിരിക്കും നമ്മൾ പുതിയൊരു നോട്ട് കാണുന്നത്. പക്ഷേ ഇനിഷ്യലി അത് ബാങ്കുകളിൽ കൂടെ ആയിരിക്കും തീർച്ചയായിട്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അതിനുവേണ്ടിയാണ് ബാങ്ക് ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അല്ലാതെ നമ്മളുടെ ഡിപ്പോസിറ്റ് മേടിച്ചിട്ട് കാത്തു സൂക്ഷിക്കാനും ഒന്നുമില്ല. മണി സപ്ലൈ സുഗമമായിട്ട് നടത്തുക എന്നുള്ളത് ഒരു ഉദ്ദേശത്തോടുകൂടി. കാരണം ഇന്ത്യയിലെ ലോകത്തെവിടെയും സെൻട്രൽ ബാങ്കിൻ്റെ അധീനതയിലുള്ള എല്ലാ ബാങ്കുകളും സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം RBIയുടെ ലൈസൻസിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷനോടുകൂടി ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ സോക്കോൾഡ് ബാങ്ക്സ്
ഇപ്പോൾ SBI മുതൽ താഴോട്ടുള്ള എല്ലാ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെയും, അതുപോലെ തന്നെ HDFC മുതലുള്ള, ICICI മുതലുള്ള എല്ലാ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകളെല്ലാം തന്നെ RBIയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് അവരുടെ ലൈസൻസ്, രജിസ്ട്രേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നത്. RBIയുടെ ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ ഇതുപോലുള്ള ഒരു ബാങ്കിങ് ഓപ്പറേഷനും ഇന്ത്യയിൽ സാധ്യമല്ല, ഒരു രാജ്യത്തും സാധ്യമല്ല. അവരുടെ സെൻട്രൽ ബാങ്കിൻ്റെ പിന്നെ എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ ലൈസൻസിലൂടെ മാത്രമേ ബാങ്കിങ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ബാങ്കുകളെല്ലാം തന്നെ RBIയുടെ ഫ്രാഞ്ചൈസി പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കേന്ദ്ര സംവിധാനത്തിൻ്റെ മോണിറ്ററി പിന്നെ പോളിസീസ് നടപ്പിലാക്കുന്നതും ഈ ബാങ്കുകളിൽ കൂടെയാണ്. കാരണം ഈ കറൻസി സർക്കുലേഷൻ നടക്കുന്നതെല്ലാം ബാങ്കുകളിൽ കൂടെ തന്നെയാണ്. അങ്ങനെയാണ് അത് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. അല്ല ഗവൺമെൻറ് നേരിട്ടൊരിക്കലും ജനങ്ങളെ വിളിച്ച് പൈസ കൊടുക്കുകയല്ലല്ലോ പതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ബ്രീഫായിട്ട് ഉള്ളൊരു എന്താണ് പറയുന്നത് വിവരണമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടെ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ നമ്മളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ സൺഡേ ആൻഡ് ഗുഡ് നൈറ്റ്.